നെക്സ്റ്റ് ചാപ്റ്റർ 3 കുറച്ച് വൺ വേർഡ്സ് നോക്കാം നമുക്ക്. ചാപ്റ്റർ 3 വരെ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കാം. ക്വസ്റ്റ്യൻ 1. ഒരു സർക്കാരിന്റെയോ കമ്പനിയുടെയോ കടം വാങ്ങാനുള്ള യോഗ്യതയുടെ വിലയിരുത്തൽ, ക്രെഡിറ്റ് റേറ്റിംഗ്. ഒരു സർക്കാരിന്റെയോ കമ്പനിയുടെയോ കടം വാങ്ങാനുള്ള യോഗ്യതയുടെ വിലയിരുത്തൽ, ക്രെഡിറ്റ് റേറ്റിംഗ്. ഒരു രാജ്യത്തിന്റെ ഇറക്കുമതിയുടെ മൂല്യം കയറ്റുമതിയുടെ മൂല്യത്തേക്കാൾ വർദ്ധിച്ചു വരുന്നത്, കറണ്ട് അക്കൗണ്ട് കമ്മി. ഒരു രാജ്യത്തിന്റെ ഇറക്കുമതിയുടെ മൂല്യം കയറ്റുമതിയുടെ മൂല്യത്തേക്കാൾ കൂടുതൽ വരുന്ന അവസ്ഥ, കറണ്ട് അക്കൗണ്ട് കമ്മി. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995. ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി ഒരു പ്രത്യേക കാലയളവിൽ നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും റെക്കോർഡ്, അടവ് ശിഷ്ടം, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി ഒരു പ്രത്യേക കാലയളവിൽ നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും റെക്കോർഡ്, അടവ് ശിഷ്ടം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഓഹരികൾ വിൽക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓഹരികൾ വിൽക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. 1991 മുതൽ ആവിഷ്കരിച്ച പുത്തൻ സാമ്പത്തിക നയങ്ങൾ, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.